മൊത്തം ഇങ്ങനെ ചിത്രമൊക്കെ കണ്ട ഇതുപോലത്തെ വിസിറ്റിംഗ് കാർഡൊക്കെ കണ്ടാൽ ഇതൊക്കെ കണ്ടാൽ വിസിറ്റിംഗ് കാർഡ്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ മാഷ് പഠിപ്പിച്ചു തരും. അതിൻ്റെ അളവൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം വിസിറ്റിംഗ് കാർഡൊക്കെ ആക്കാം. എന്ത് പ്രിൻ്റ് അടിക്കാം. നമ്മൾ വെഡ്ഡിങ് കാർഡൊക്കെ കാണുന്നില്ലേ, അതുപോലെ തന്നെ ഒക്കെ അടിക്കുന്നത്. അമ്മയോട് പറയണം കേട്ടോ, അടിച്ചപ്പാട് വന്നോ. അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ എഡിറ്റിങ്ങിന് നല്ലതാണ്. ഫോട്ടോഷോപ്പും ഉണ്ട്, വീഡിയോ എഡിറ്റിങ്ങും പഠിക്കാം. അത് പഠിക്കാൻ പറ്റില്ലേ? കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആക്കാമല്ലോ. നമുക്ക് റീൽസെല്ലാം ആക്കി കഴിഞ്ഞാലേ നമുക്ക് വീഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാലേ നല്ല രസമുണ്ട്. അമ്മേനോട് പറഞ്ഞോ കേട്ടോ, മിസ് അയച്ചു തരും ഡീറ്റെയിൽ എല്ലാം. എന്തെങ്കിലും കോഴ്സ് വേണം. ഹാൻഡ് റൈറ്റിംഗ് നല്ലതാ. ഹാൻഡ് റൈറ്റിംഗ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഹാൻഡ് റൈറ്റിങ്ങിന് ഉണ്ടായിരുന്നോ? ഉണ്ടായില്ല. എനിക്ക് ബുക്ക് കൊണ്ടുവരില്ല ഉണ്ടായില്ലേ? ഹാൻഡ് റൈറ്റിങ്ങിന് ഉണ്ടായിരുന്നോ ഈ കഴിഞ്ഞ പ്രാവശ്യം? കോപ്പി ബുക്ക് എടുക്കലുണ്ടായിപ്പോൾ ഹിന്ദിയിൽ ഇടാം. കോപ്പി എടുക്കലുണ്ടായിരുന്നു ഇല്ല. എന്നാൽ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇത് കൊടുക്കാം, 2 ക്ലാസ് എടുക്കാം. അന്ന് 2 ഒന്ന് ഫോട്ടോഷോപ്പ് എടുക്കാം, പിന്നെ ഒന്ന് കഴ്സീവ് റൈറ്റിംഗ്. ഓക്കെ വേണ്ട പറഞ്ഞില്ല. അത് നീറ്റായിട്ട് എഴുതി പഠിക്കാത്തതുകൊണ്ടല്ലേ. നീറ്റായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴ്സീവ് റൈറ്റിംഗ് നല്ല ഭംഗിയുണ്ടാവും. അന്നേരം സ്പീഡിൽ എഴുതാനും പറ്റും. ഇപ്പോൾ 10th എത്തുമ്പോൾ നമുക്ക് സ്പീഡിൽ എഴുതണ്ടേ. അപ്പോൾ ഇതിങ്ങനെ ഓരോ അക്ഷരം ഇങ്ങനെ എഴുതുന്നതിനേക്കാളും സുഖമായിട്ട് നമുക്ക് സ്പീഡിൽ എഴുതാൻ പറ്റില്ല. അത് 2 അമ്മേൻ്റെ അടുത്ത് പറയണം.